ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നതാ എല്ലാവർക്കും ഒരു ശുഭദിനം, ഗുഡ് മോർണിംഗ് നേരുന്നു. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുളിച്ച് മാറ്റി ഇറങ്ങാൻ നിൽക്കുകയാണ്. നാസ്ത കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം. കഴിച്ചിട്ട് അപ്പോൾ എണീറ്റപാട് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, നടന്നില്ല. ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കുളിച്ച് മാറ്റി ഇറങ്ങി. ഇനിയിപ്പം ഇതാ പെട്ടെന്ന് ഇറങ്ങണം. 10 മണിയായില്ലേ, 10 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ 2 സുഹൃത്തുക്കളുണ്ട്, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേഗം ഇറങ്ങാൻ നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് പറയാം. അപ്പോൾ ഞാനതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് നന്നായിട്ട് ലേറ്റായി, 2-3 പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയിലോട്ട് കയറുകയാണ്. ഫ്ലക്സൊക്കെ പിന്നെ മടക്കി വെച്ചാണ്ടല്ലോ, അതൊക്കെ നമ്മൾ പരിപാടി തുടങ്ങുമ്പോഴാണ് പിന്നെ താഴ്ത്തുക. അപ്പോൾ ഇനിയിപ്പോൾ കൂടെയുള്ള 2 ആൾ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്താക്കാം, അവരെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളെ മേപ്പാടി ഓടത്തോടുള്ള റഹീംഖാൻ എന്ന് പറയും. റഹീംഖാൻ്റെ ചികിത്സാ ഫണ്ട് സമാഹരണമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ്. അവരൊരു ഇന്ത്യയിൽ തന്നെ ഒരൊറ്റൊരാൾക്കായി ഇപ്പോൾ നിലവിൽ ഈ രോഗം ബാധിച്ചിട്ടുള്ളൂ. റയറായിട്ടുള്ള ഒരു അപൂർവ രോഗമാണ് കാൻഡിഡിയാസ് എന്ന് പറഞ്ഞിട്ട്. വായിൽ പൂപ്പൽ ഫംഗസ് വന്ന് നിറഞ്ഞിട്ട് ലെൻസിലേക്ക് ഇറങ്ങുന്ന ഒരു അപൂർവ രോഗം. അപ്പോൾ അതിന് വേറെ ഒരു ചികിത്സയോ മരുന്നോ കാര്യങ്ങളോ ഇല്ല. ഒരു മാസം ഒരു ഇഞ്ചക്ഷൻ, അതുപോലെ ഡെയിലി കഴിക്കുന്ന ഒരു ടാബ്ലറ്റ്, ഈ 2 മരുന്നും കൂടി 1.5 ലക്ഷം രൂപ മാസം എല്ലാ മാസം നിലവിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഇഞ്ചക്ഷൻ മുടങ്ങി കഴിഞ്ഞാൽ നിർത്താതെ ചുമച്ചിട്ട് രക്തം ഛർദ്ദിക്കുന്നൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇപ്പം വേറെ ഒരു മാർഗ്ഗമോ കാര്യങ്ങളോ ഇല്ല. ഗവൺമെൻറ്റിന് പോലും അവർ കത്തയച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ഒരാൾക്ക് വേണ്ടി മാത്രം 1.5 ലക്ഷം രൂപയോളം കൊണ്ട് നടക്കാൻ, നോക്കാൻ, അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഗവൺമെൻറ് പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പം വേറെ ഒരു മാർഗ്ഗമോ കാര്യങ്ങളോ ഇല്ല. അപ്പം നമ്മൾ കാരണം ഇപ്പോൾ ഒന്നുമില്ലാത്തവർക്ക് നമ്മൾ കാരണം ഒരു പൈസ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലെവലേ. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഒന്നുമില്ലല്ലോ. നമ്മളിതാ പെട്രോൾ അടിച്ച് കഴിഞ്ഞു, പെട്രോളൊക്കെ അടിച്ച് ഫുള്ളായി. ഡീസൽ ഓൾറെഡി ഉണ്ട്, അടിച്ച് വെച്ചുണ്ട്. പിച്ചുങ്ങോട് പമ്പിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഇത് കഴിഞ്ഞതിന് വേഗം അവരെ പോയി കൂട്ടി പരിപാടിക്ക് ഇറങ്ങാൻ നോക്കട്ടെ. ഓക്കെ, നമ്മളിതാ 4 മൈൽ കാട്ടിച്ചിറക്കൽ മക്കാമാണിത്. ഇപ്പം പോയിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റായല്ലോ, 12 മണിയായി. എന്താ ചെയ്യുക, എല്ലാ ആവശ്യങ്ങളും നടക്കണ്ടേ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എണ്ണടിച്ച് വേഗം അങ്ങോട്ട് പോകാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിതാ പരിപാടി തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഫ്ലക്സൊക്കെ താത്തിട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഏതാണ് റഹീംഖാൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. ഈ അവസ്ഥയിലായിരുന്നു ആദ്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം മാഷാഅല്ലാഹ് ഇഞ്ചക്ഷനൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജീവൻ നിലനിർത്തി പോകാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ പരിപാടി ജനറേറ്ററൊക്കെ അടിച്ച് ഇപ്പോൾ അനൗൺസ് ഇടാൻ പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഇന്ന് പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പടിഞ്ഞാറ് തരുവോണയിൽ ഇങ്ങോട്ട് വന്നിട്ട് 6 വാൾ ആ ഭാഗങ്ങളാണ്. വണ്ടി പക്കറ്റിലൊക്കെ കുറേയും ചികിത്സാ സാമാനുകളുണ്ട്. അതുപോലെ ഇതാണ് വണ്ടീൻ്റെ ഉള്ളൊക്കെ. അതാണ് കേട്ടോ എഞ്ചിന്. കൊടയൊക്കെ മഴ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇട്ടിട്ട് കൊടയൊക്കെ അപ്പുറമായിപ്പോയി. അനൗൺസ് ഇടാൻ പോവാണ്. പ്രിയമുള്ളവരെ, വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ ഓടത്തോട് എന്ന പ്രദേശത്ത് താമസിക്കുന്ന റഹീം എന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ശ്വാസകോശ സംബന്ധമായ അതിപൂർവമായ രോഗം ബാധിച്ച് മേപ്പാടി ഇംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. ശ്വാസകോശ സംബന്ധമായ രോഗം എന്നതിനപ്പുറം ഈ യുവാവിന്റെ ചെയ്യാനുള്ള ടൈമോ കാര്യങ്ങളോ നമ്മൾ ഈ കാര്യങ്ങളോട് കൂടിയിട്ട് വീഡിയോ ചെയ്യുന്നതോട് കൂടിയിട്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ എല്ലാ സംഗതികളും എല്ലാവർക്കും മനസ്സിലാക്കാനും അറിയാനും പറ്റും. അതിൻ്റെ കൂടെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കൈത്താങ്ങാകാൻ ആരെങ്കിലും പറഞ്ഞ പോലെ മുപ്പരെ ഏറ്റെടുക്കുകയെ അതിലുപരി ഈ പറഞ്ഞ പോലെ ആരെങ്കിലൊക്കെ സഹായിക്കുക. കാരണം സഹായം ആവുകയും കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് വലിയ കിട്ടൽ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ത്യയിലിപ്പം അഖിലേന്ത്യയിൽ 2 പേർക്ക് ഈ രോഗം ബാധിച്ചിട്ടുള്ളൂ. ഒന്ന് മൂപ്പരാണ്, പിന്നെ ഒരാൾ ഉള്ളതിപ്പോൾ നിലവിലിപ്പോൾ ആൾ മരണപ്പെട്ടിട്ടുള്ളത്. റഹീംഖാർക്ക് മാത്രമേ ഇപ്പോൾ ഈ രോഗം ബാധിച്ചിട്ടുള്ളൂ. അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. വായിലൊരു ഫംഗസ് വന്നിട്ട് ലെൻസിലേക്ക് ഇറങ്ങുന്ന ഒരു രോഗമാണ്. അതിന് വേറെ
കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഭീമമായിട്ടുള്ളൊരു തുകയാണ്. ആരെ കൊണ്ടോ ഈ പറഞ്ഞ പോലെ കുടുംബക്കാരായാലും ബാക്കിയുള്ള നാട്ടുകാരായാലും പരിധി ഉണ്ടല്ലോ. നമ്മളെന്നെ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ എല്ലാ വീടുകളും ഇപ്പം ടൗണുകളെ വയനാട് ജില്ല ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ 2 പ്രാവശ്യമൊക്കെ കളക്ഷൻ ചെയ്തതാണ്. കുറേ ആളുകളൊക്കെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പൈസ കൊടുത്ത ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പറഞ്ഞ പോലെ നമ്മൾ വയനാട് ജില്ലത്തെ കേസ് തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ പോലും ആളുകളൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു പിന്നെ എന്താണെന്നുള്ളത്. കാരണം കറക്റ്റ് വ്യക്തമല്ലാത്തതുകൊണ്ട് 2 പ്രാവശ്യമൊക്കെ കളക്ഷൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കല്ലോ. കാരണം അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കും. ഇങ്ങനത്തെ ഒരു കേസാണ്. ഇംഗ്ലീഷ് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താതെ ചമച്ചിട്ട് ശരീരമൊക്കെ കാണണം. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കല്ലിച്ച് എന്താ പറയുക, കല്ലിച്ച് വരില്ലേ നമ്മളെ കട്ടൊക്കെ കട്ട പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെ കല്ലിച്ചിട്ടൊക്കെ ശരീരം മുഴുവൻ ഉണ്ടാകുക, ചുമച്ചിട്ട് രക്തം ഛർദ്ദിക്കുക ചെയ്യുക. അതൊക്കെ വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ളൊരു സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ പിന്നെ ഡീറ്റെയിലൊക്കെ കാര്യങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് അവസ്ഥ. എനിക്ക് 2 മക്കളാണ്, പഠിക്കുന്നുണ്ട്. പറഞ്ഞ പോലെ താത്ത അവിടെ ഒരു ജോലിക്ക് പോവാണ്. ചിലവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കൊണ്ടേ നമ്മൾ പറഞ്ഞ പോലെ കഴിയുന്നൊരു സഹായം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് വിചാരിച്ച പോലെ ഫണ്ടും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ആയി കിട്ടില്ലല്ലോ. അപ്പം എന്നിരുന്നാലും ഒരുപാട് നമ്മളെ നാട്ടിലുള്ളതും പുറത്തുള്ളവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കൾ ജനങ്ങളുടെ സഹായം കൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടൗണുകളൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വീടുകളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് അടുത്തടുത്ത വീടുകളിലെ സ്ഥലങ്ങളിലൊക്കെ കയറി കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഇന്ന് ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടാണ് വണ്ടിയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്തയക്കുന്നത്. നാളെ എന്തായാലും പകൽ കഴിയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടൊക്കെയുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.